ശ്രീ പി കെ സജീവൻ ഇപ്പോൾ ശബരിമലയുടെ ഉടമസ്ഥാവകാശം അതല്ലെങ്കിൽ അതിന്റെ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രം അതൊക്കെ നമ്മൾ ഒരുപാട് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ താഴമൺ കുടുംബത്തിന് പാരമ്പര്യമായി കിട്ടുന്ന താന്ത്രിക അവകാശമാണ്. കുടുംബത്തിലെ രണ്ട് ധാരകളാണ് ഇപ്പോൾ ഓരോ ടേണായിട്ട് താന്ത്രിക വിദ്യകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു തന്ത്രി അദ്ദേഹത്തിന്റെ ചാർജിലുള്ള സമയത്താണ് ഈ മോഷണം നടന്നത്. അദ്ദേഹമാണ് അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെയാണ് ഈ കൊടിമരം സംബന്ധിച്ച ചില കാര്യങ്ങൾ കൂടി ഉള്ളതും. അപ്പോൾ അവിടുത്തെ കറപ്ഷൻ എന്ന് പറയുന്നത് അത് അഡ്മിനിസ്ട്രേറ്റീവായ നിലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അഡ്മിനിസ്ട്രേറ്റീവായ നിലയിലുണ്ട്, ഉദ്യോഗസ്ഥ തലത്തിലുണ്ട്, ഒപ്പം റിച്വലിസ്റ്റിക് ആയി ചെയ്യേണ്ട തലങ്ങളിലും ആ സംവിധാനത്തിലും ഈ കറപ്ഷൻ ഉണ്ട് എന്ന് ഏറ്റവും കുറഞ്ഞത് പ്രാഥമികമായി ബോധ്യമാവുന്നെങ്കിലും ഉണ്ടല്ലോ. ഈ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ മഹാക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ചുമതല എന്തിനാണ് ഒരു കുടുംബത്തിന് മാത്രം കൊടുക്കുന്നത്? ഇതിനെ കംപ്ലീറ്റ് ജനാധിപത്യവൽക്കരിക്കട്ടെ. എല്ലാ ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ള എല്ലാവരും ശബരിമല ക്ഷേത്രത്തിലെ പൂജാരിമാരായിട്ട് വരട്ടെ. പൂജകൾ പഠിച്ചവരെല്ലാവരും പൂജാരിമാരായിട്ട് വരട്ടെ. സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം പ്രത്യേകമായി നടത്തട്ടെ. അതിന് സുപ്രീം കോടതിയുടെ തന്നെ മുൻപുള്ള ഡയറക്ഷൻസ് ഉണ്ടല്ലോ, അതിവിടെ നടപ്പിലാക്കിയാൽ പോരെ. എന്തിനാണ് ഈ കുടുംബത്തിന് തന്നെ കൊടുക്കുന്നത്? നാളെ ഈ കുടുംബത്തിന് ഒരു തായ് വഴി ഇല്ല എങ്കിൽ ഈ ക്ഷേത്രം ആര് നയിക്കും? അതും നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പോൾ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇന്ന് കള്ളന്മാരും കൊള്ളക്കാരുമാണ് ശബരിമല അമ്പലത്തിലെ ഈ മോഷണം നടത്തിയിരിക്കുന്നത്. അവരെ പുറത്താക്കുക തന്നെ വേണം, അവരെ ജയിലിൽ അടയ്ക്കണം. ബഹുമാനപ്പെട്ട കോടതിയുടെ അന്വേഷണത്തിൽ മലയരയ മഹാസഭയ്ക്ക് 100% വിശ്വാസമുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്.